ആർ ചന്ദ്രശേഖരന്റെ നിലപാടുകൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് എതിരാണ് എന്ന രീതിയിൽ അദ്ദേഹം പ്രസ്താവന ഇറക്കുകയുണ്ടായി. കോൺഗ്രസ് രാഷ്ട്രീയത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും അപമതിപ്പുണ്ടാക്കുന്നതാണ്, നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് വസ്തുത. ആർ ചന്ദ്രശേഖരന്റെ ഒരു തെറ്റിദ്ധാരണ അദ്ദേഹത്തിന്റെ അടിമക്കണ്ണുകളാണ് INTUC എന്നുള്ളതാണ്. ആർ ചന്ദ്രശേഖരൻ കോൺഗ്രസ് വിട്ടുപോയാൽ അല്ലെങ്കിൽ INTUC വിട്ടുപോയി കഴിഞ്ഞാൽ അദ്ദേഹം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അദ്ദേഹത്തിന്റെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ പോലും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമസ്കാരം, വൈറ്റ്സ് വൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. INTUC നേതാവ് ആർ ചന്ദ്രശേഖരൻ അകത്തേക്കോ പുറത്തേക്കോ എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുകയാണ്. സർക്കാരിന്റെ ഭാഗത്ത് നിൽക്കുന്നു, അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്നു. മുതിർന്ന നേതാക്കന്മാരൊക്കെ അദ്ദേഹത്തോടൊരു എതിർപ്പ് കാണിക്കുന്നു. എന്താണ് അങ്ങയുടെ ഇതിനുള്ള ഒരു അഭിപ്രായം? അതായത് KPCC പ്രസിഡന്റ് ശ്രീ K സുധാകരനാണ് കഴിഞ്ഞ ദിവസം കർശന നിലപാടുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. ആർ ചന്ദ്രശേഖരന്റെ നിലപാടുകൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് എതിരാണ് എന്ന രീതിയിൽ അദ്ദേഹം പ്രസ്താവന ഇറക്കുകയുണ്ടായി. അദ്ദേഹം KPCC പ്രസിഡന്റാണ്. തീർച്ചയായിട്ടും ഈ കോൺഗ്രസ് അനുകൂല പോഷക സംഘടന എന്നുള്ള രീതിയിൽ INTUCയെ സംബന്ധിച്ചിട്ട് INTUC കോൺഗ്രസ് നിലപാടുകൾക്ക് ഒപ്പം നിൽക്കേണ്ട ഒരു സംഘടനയാണ്. പക്ഷേ അതിനെല്ലാം ഘടകവിരുദ്ധമായിക്കൊണ്ടുള്ള നിലപാടുകളുമായിട്ടാണ് ഈ ആർ ചന്ദ്രശേഖരൻ പോകുന്നത് എന്നുള്ളത് കോൺഗ്രസ് രാഷ്ട്രീയത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും അപമതിപ്പുണ്ടാക്കുന്നതാണ്, നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് വസ്തുത. അത് വെച്ച് നോക്കുന്ന സമയത്ത് ഈ INTUC എന്ന് പറയുന്നത് ആർ ചന്ദ്രശേഖരൻ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമൊന്നുമല്ല. ഇതിന് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്. കാരണം സർദാർ വല്ലഭായ് പട്ടേലും ജവഹർലാൽ നെഹ്റുവിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ തുടക്കം കുറിച്ചിട്ടുള്ള തൊഴിലാളികളുടെ ക്ഷേമത്തിനും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ രൂപം കൊടുത്തിട്ടുള്ള ഒരു സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ ഓഫ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഘടനയെ തൻ്റെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി മാറ്റിക്കൊണ്ട് തൻ്റെ അഴിമതിക്ക് വേണ്ടിയിട്ട്, തൻ്റെ സ്വജനപക്ഷപാതത്തിന് വേണ്ടിയിട്ട് അത് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആർ ചന്ദ്രശേഖരൻ എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഒരു അഴിമതിയുടെ കണക്കുകൂടി ഉണ്ടല്ലോ അദ്ദേഹത്തിന്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രതിവാരത്തിന്റെ കാര്യമാണ് എന്ന് പറയുന്നതുകൊണ്ട്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം കശുവണ്ടി കോർപ്പറേഷന്റെ ചെയർമാനായിട്ടിരിക്കുന്ന സമയത്ത് വരുത്തി വെച്ചിട്ടുള്ള അഴിമതികൾ, ഈ അഴിമതിക്ക് മേൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള വിജിലൻസ് എൻക്വയറി, ഈ വിജിലൻസ് എൻക്വയറിയെ ഇദ്ദേഹം ഭയക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇദ്ദേഹം പിണറായി വിജയന് വിധേയപ്പെട്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിന് എതിരായിട്ട്, മുഴുവൻ കോൺഗ്രസ്സുകാർക്കും എതിരായിട്ട് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഒരു കാര്യം കൂടി തുറന്നു പറയാൻ സാധിക്കും, ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാനായിട്ട് കോൺഗ്രസ് തയ്യാറാവാത്ത പക്ഷം ഒരുപാട് ലീഗൽ കോംപ്ലിക്കേഷൻസ് ഇതിനകത്തുണ്ട്. ഇതിനൊക്കെ മറികടക്കാനായിട്ട് കോൺഗ്രസ് പാർട്ടി വിചാരിച്ചാൽ സാധിക്കും. അങ്ങനെ ഇദ്ദേഹത്തെ ഈ കോൺഗ്രസിൽ നിന്ന് തന്നെ നിർത്താതെ വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്, വരുന്ന തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 2026 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പും ഇദ്ദേഹം ചില അവകാശവാദങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വരും. ഈ അവകാശവാദങ്ങൾ അദ്ദേഹത്തിന് മത്സരിക്കണം, ഏകദേശം 10 സീറ്റ് വേണം, 20 സീറ്റ് INTUCക്ക് വേണം, ഇങ്ങനെയുള്ള അവകാശവാദങ്ങളുമായി ഇദ്ദേഹം വന്ന് കോൺഗ്രസ്സുകാർക്കിടയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കും, ഒരു വിഭജനം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. കാരണം തൊഴിലാളികളും അതോടൊപ്പം തന്നെ കോൺഗ്രസ്സുകാരും എല്ലാം സമ്മിശ്രമായിട്ട് കിടക്കുന്ന ഒരു സംഘടനയാണ്, ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ INTUCക്കാരെ മാത്രം അതിൻ്റെ അകത്ത് വേർതിരിച്ച് നിർത്തിക്കൊണ്ട് ആർ ചന്ദ്രശേഖർ നടത്തുന്നത് സംഘടനാ വിരുദ്ധ പ്രവർത്തനമാണ്. അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് കോൺഗ്രസ് പിടിച്ച് പുറത്താക്കാത്ത പക്ഷം കോൺഗ്രസിന് സംഭവിക്കുക വലിയ നഷ്ടമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം ആശാ വർക്കർമാരുടെ സമരം ഈ നാട്ടിലെ ആബാലവൃത്ത ജനങ്ങളും ആശാ വർക്കർമാർക്ക് പിന്തുണയുമായി അവിടെ എത്തുകയാണ്. മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും, മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളിലെ വിവിധ ഘടകകക്ഷികളുടെ നേതാക്കന്മാർ, എന്തിനേറെ പറയുന്നു NDA ഉൾപ്പെടെയുള്ള സംഘടനകളിലെ ആളുകൾ ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്തുണയുമായിട്ട് എത്തുമ്പോൾ ആ സമരത്തെ ഒറ്റുകൊടുക്കുന്ന, പുച്ഛിക്കുന്ന ആർ ചന്ദ്രശേഖരന്റെ നിലപാട് അപലപനീയമാണ്. അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിന് നാണക്കേടാണ് എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ആർ ചന്ദ്രശേഖരനെതിരെ ഒരു നടപടി സ്വീകരിക്കാനുള്ള ഒരു എന്തുകൊണ്ടാണ് അത് കോൺഗ്രസിന് അത് കഴിയാതെ പോകുന്നത്? അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് INTUC എന്ന് പറയുന്നത് ഒരു പോഷക സംഘടനയല്ല, ഒരു സ്വതന്ത്ര തൊഴിലാളി സംഘടനയാണ്. പക്ഷെ അത് ആർ ചന്ദ്രശേഖരൻ രൂപീകരിച്ചിട്ടുള്ളതല്ല. കോൺഗ്രസ് പശ്ചാത്തലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ഒരു സംഘടനയാണ് INTUC എന്ന് പറയുന്നത്. ഇതിന്റെ തലപ്പത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റാനുള്ള സാധ്യതകളുണ്ട്. കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, കോൺഗ്രസിലെ വിവിധ ഗ്രൂപ്പുകളെല്ലാം ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ മാറ്റാനായിട്ട് ഒരു പ്രശ്നവുമില്ല. കാരണം INTUCക്കാരെല്ലാം ആർ ചന്ദ്രശേഖരന്റെ അടിമക്കണ്ണുകളാണെന്ന് കുറെ വർഷങ്ങളായിട്ട് അദ്ദേഹം തന്നെയാണ് അതിന്റെ പ്രസിഡന്റ് ആയിരിക്കും. അതായത് ഞാൻ പറഞ്ഞത്,
ആർ ചന്ദ്രശേഖരന്റെ ഒരു തെറ്റിദ്ധാരണ അദ്ദേഹത്തിന്റെ അടിമക്കണ്ണുകളാണ് INTUC-ക്കാർ എന്നുള്ളതാണ്. പക്ഷെ ഇതൊരു സുവർണാവസരം കൂടിയാണ്. ഈ ആശാ വർക്കർമാരുടെ സമരത്തിനെ എതിർത്തിരിക്കുന്ന അല്ലെങ്കിൽ പുച്ഛിച്ചിരിക്കുന്ന ഈ സമയത്ത് തൊഴിലാളികൾക്കിടയിൽ തന്നെ INTUC പ്രവർത്തകർക്കിടയിൽ തന്നെ ചന്ദ്രശേഖരനെതിരെ ശക്തമായ ഒരു വികാരമുണ്ട്. ആ ഒരു വികാരത്തെ മുതലെടുത്തുകൊണ്ട് കോൺഗ്രസ് ചന്ദ്രശേഖരനെ മാറ്റാൻ തയ്യാറായാൽ INTUC രക്ഷപ്പെടും. INTUC കോൺഗ്രസ് അനുകൂല രാഷ്ട്രീയത്തിലേക്ക് വരും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസിനും UDF-നും ഗുണം ചെയ്യും എന്നുള്ളതാണ് വസ്തുത. പക്ഷെ ഇതിനു വേണ്ടിയിട്ടൊരു ആർജവം അത് കോൺഗ്രസ് നേതൃത്വം കാണിക്കണം. അതല്ലാതെ മറിച്ച് ആർ ചന്ദ്രശേഖരനാണ് വലുത്, INTUC-യേക്കാൾ വലുതാണ് ആർ ചന്ദ്രശേഖരൻ എന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ കോൺഗ്രസിനേക്കാൾ വലുതാണ് ആർ ചന്ദ്രശേഖരൻ എന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും ചന്ദ്രശേഖരൻ തന്നെ വലുതാവത്തുള്ളൂ. പക്ഷേ ഞാൻ പറയുന്നു, കോൺഗ്രസ് പാർട്ടി ഒരുമിച്ചൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ INTUC-യിൽ നിന്ന് ആർ ചന്ദ്രശേഖരനെ പുറത്താക്കുന്നതിന് യാതൊരുവിധ ലീഗൽ കോംപ്ലിക്കേഷൻസും വരത്തില്ല, യാതൊരുവിധ ബുദ്ധിമുട്ടും വരത്തില്ല. അതിനുള്ള ആർജവം ബഹുമാനായ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി, സംഘടനാ ചാർജുള്ള ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന KC വേണുഗോപാലാണ്. ആ KC വേണുഗോപാലും കൂടെ തീരുമാനിച്ചാൽ പിന്നെ ആർ ചന്ദ്രശേഖരൻ പുറത്താണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനിയിപ്പോൾ ഇവരിൽ ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിന് വിരുദ്ധമാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ഇവരൊരു തീരുമാനം എടുത്താൽ, ഇവിടെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്ന ഒരു തീരുമാനം എടുത്താൽ ഇടതുപക്ഷത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങയുടെ അഭിപ്രായം എന്താവും? അതായത് ആർ ചന്ദ്രശേഖരൻ കോൺഗ്രസ് വിട്ടുപോയാൽ അല്ലെങ്കിൽ INTUC വിട്ടുപോയി കഴിഞ്ഞാൽ അദ്ദേഹം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അദ്ദേഹത്തിന്റെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ പോലും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇവരൊക്കെ വിചാരിക്കുന്നത് ഇവരൊക്കെ എന്തോ വലിയ സംഭവമാണ് എന്നൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണയാണ്. കോൺഗ്രസിന്റെ അകത്ത് ഇതിനു മുമ്പും പല ആളുകളും പുറത്തു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ആർ ചന്ദ്രശേഖരൻ INTUC വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ആർ ചന്ദ്രശേഖരന് പുല്ലുവിലയായിരിക്കും INTUC-ക്കാർ കൽപ്പിക്കുക, കോൺഗ്രസ്സുകാർ കൽപ്പിക്കുക എന്ന് മനസ്സിലാവുക. കാരണം ഇപ്പൊ നമ്മളുടെ മുമ്പിലുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. PC ചാക്കോ NCP പോയി, അതോടൊപ്പം തോമസ് മാഷ് CPM-ലെത്തി. എന്ത് നേട്ടമുണ്ട്? ഒരു നേട്ടം ഉണ്ടായിട്ടില്ല. KV തോമസ് മാഷിന് ഡൽഹിയിൽ കേരളത്തിന്റെ പ്രതിനിധിയായിട്ടിരിക്കാൻ പറ്റുന്നു, പക്ഷേ നാട്ടുകാരുടെ മുഴുവൻ തെറുകേട്ടോണ്ടിരിക്കുകയല്ലേ. അതോടൊപ്പം തന്നെ PC ചാക്കോ NCP-ലെത്തിയിട്ട് എന്താണ് അവസ്ഥ? സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വന്നില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഗണത്തിലേക്കായിരിക്കും ആർ ചന്ദ്രശേഖരൻ ചെന്ന് ചേരുക. അതിനപ്പുറത്തേക്ക് ഒരു പൊളിറ്റിക്കൽ കരിയറും കോൺഗ്രസ് വിട്ടാൽ ആർ ചന്ദ്രശേഖരൻ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആർ ചന്ദ്രശേഖരനെതിരെ നടപടി സ്വീകരിച്ചതുപോലെ അദ്ദേഹത്തെ പുറത്താക്കാനുള്ള ആർജവം കോൺഗ്രസ് കാണിക്കുമോ എന്ന് നോക്കാം.